ഹായ് ഫ്രണ്ട്സ്, ഒരു പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മിസ്റ്റേക്കുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾ വളരെ സൂക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഗോതമ്പ് മാവ് കുഴച്ച പോലെ കുറച്ച് സോൾഡറിങ് ലെഡ് അവിടെ കാണാൻ സാധിക്കും. ഇതിനെയാണ് കോൾഡ് സോൾഡറിങ് ജോയിൻ്റ് എന്ന് പറയുന്നത്. നല്ലൊരു സോൾഡറിങ് ആണെങ്കിൽ ഇതേപോലെ ബ്രൈറ്റ് ആയിട്ട് കോൺ ഷേപ്പിലിരിക്കും. അല്ലെങ്കിൽ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ ഇത് അടിച്ച് പരത്തി ഇതേപോലെ ആയിരിക്കും ഇരിക്കുക. ഇതിൻ്റെ പ്രധാന കാരണം വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിലുള്ള സോൾഡറിങ് ആണ്. ഇനി നമ്മൾ കാഴ്ചയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഇതിൻ്റെ അടി നോക്കിക്കഴിയുമ്പോൾ ഒരു കാര്യം വ്യക്തമാവും. വയസ്സായ ആൾക്കാരുടെ പല്ലുകൾ ആടുന്ന പോലെ കമ്പോണൻറ്റിൻ്റെ ലീഡുകൾ PCBയിൽ എങ്ങും തൊടാതെ അന്തരീക്ഷത്തിൽ നിന്ന് അടിക്കൊണ്ടിരിക്കും. ഈ ഒരു പ്രതിഭാസത്തിൻ്റെ പേരാണ് ഡ്രൈ സോൾഡറിങ് ജോയിൻ്റ്. ഇത് പല രീതിയിൽ കാണപ്പെടും. ഉദാഹരണം പറഞ്ഞാൽ ഇതുപോലത്തെ വയറുകളാണെങ്കിൽ ഇങ്ങനെ കിടന്ന് സോൾഡർ ജോയിൻ്റ് കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ സർക്യൂട്ടിൽ യാതൊരു വിധത്തിലുള്ള ഇലക്ട്രിക്കൽ കണക്ഷനും ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഈ ഒരു പ്രശ്നത്തിന് നല്ലൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ PCB സോൾഡർ ചെയ്യുന്നതിന് മുമ്പ് PCB ക്ലീനിങ് ലിക്വിഡ് ഉപയോഗിക്കുക. അതുപോലെ സോൾഡറിങ് പേസ്റ്റ് അല്ലെങ്കിൽ സോൾഡറിങ് ഫ്ലക്സ്, ലിക്വിഡ് ടൈപ്പ് ഫ്ലക്സുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചതിന് ശേഷവും ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ഓവർ ഹീറ്റിംഗ് മൂലം കോപ്പർ ട്രാക്കുകൾ ഇതേപോലെ വേർപെട്ട് പോകുന്നത്. ഇത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് സോൾഡറിങ് അയണിൻ്റെ ടിപ്പ് ഏറെ സമയം PCB ട്രാക്കുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന സമയത്താണ്. ഇങ്ങനെ ഓൾറെഡി സംഭവിച്ചു പോയാൽ ചെറിയൊരു കോപ്പർ വയർ ഇട്ടിട്ട് നമുക്കത് ഇൻ്റർകണക്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ സോൾഡറിങ് അയണിലെ ടെമ്പറേച്ചർ കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്ത് ഉപയോഗിക്കുക. ഇനി ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതേപോലത്തെ ഷോർട്ട് സർക്യൂട്ടുകൾ. പ്രത്യേകിച്ച് കമ്പോണൻസ് ഒക്കെ നമ്മൾ സോൾഡർ ചെയ്യുമ്പോൾ ലീഡുകൾ കണ്ടമാനം നീട്ടി വെച്ചാൽ ഇങ്ങനെയൊക്കെ ഷോർട്ട് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് ആവുന്ന ഡിവൈസുകൾ പവർ ട്രാൻസിസ്റ്ററുകളോ മോസ്ഫെറ്റോ ആണെങ്കിൽ പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള വളരെ കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് സോൾഡർ ബ്രിഡ്ജിങ്. രണ്ട് പിന്നുകളോ ടെർമിനലോ ഇതേപോലെ ഇൻ്റർ കണക്ഷൻ ആവുന്ന ഒരു പ്രക്രിയയാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഡീസോൾഡർ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ ചെറിയ ട്വീസറോ എന്തെങ്കിലും ഉപയോഗിച്ച് ചൂടാക്കി കളയുകയോ വേണം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് വിവിധ തരത്തിലുള്ള സോൾഡറിങ് മിസ്റ്റേക്കുകളെ പറ്റിയും അതിൻ്റെ സൊല്യൂഷനും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇതുപോലുള്ള നല്ല അറിവുകൾ ഇഷ്ടമാണെങ്കിൽ എന്തിനു മടിക്കണം, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.